അറബ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള രാജ്യമായി ഒമാൻ. ആഗോളതലത്തിൽ 22ാം സ്ഥാനം. സൗദിയുടെ ബജറ്റ് വിമാനമായ ഫ്ലൈ ഡീൽ സലാലയിലേക്കും സർവീസ് നടത്തും. പാചകവാതകം സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി. ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. 2025 ആഗോള മലിനീകരണ സൂചികയിൽ ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള പട്ടികയിൽ തിളക്കമാർന്ന നേട്ടവുമായി സുൽത്താനേറ്റ്. നംബിയോ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയ പട്ടികയിൽ അറബ് രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്താണ് ഒമാൻ. ആഗോളതലത്തിൽ 22ാം സ്ഥാനത്തുമെത്തി. പരിസ്ഥിതി ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒമാൻ നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാനായത്. മലിനീകരണം കുറക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി തന്ത്രങ്ങളാണ് രാജ്യം നടപ്പിലാക്കിയത്. വായു, ജലഗുണ നിലവാരം, മാലിന്യ സംസ്കരണം, ശബ്ദമലിനീകരണം, ഹരിത ഇടങ്ങളുടെ ലഭ്യത എന്നിങ്ങനെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആഗോള മലിനീകരണ സൂചിക നംബിയോ തയ്യാറാക്കിയത്. മേഖലയിലെ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒമാൻ കുറഞ്ഞ മലിനീകരണ നിലവാരം രേഖപ്പെടുത്തി. ഇത് ഈ ഉയർന്ന റാങ്കിംഗ് കൈവരിക്കാൻ കാരണമായി. സുൽത്താനേറ്റ് പിന്തുടരുന്ന കർശനമായ പരിസ്ഥിതി നയങ്ങളും സുസ്ഥിര പദ്ധതികളുമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ശുദ്ധമായ ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും വനവൽക്കരണ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ പരിസ്ഥിതി ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രവർത്തിക്കുന്നു. നഗര വ്യാവസായിക വികസനം മൂലം പല പ്രധാന വ്യാവസായിക രാജ്യങ്ങളും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് ഒമാൻ ഈ നേട്ടം കൈവരിക്കുന്നത്. ഇത് സുൽത്താനേറ്റിനെ മേഖലയിലും ലോകത്തും അനുകരിക്കേണ്ട ഒരു മാതൃകയാക്കുന്നു. സൗദിയുടെ ബജറ്റ് വിമാനമായ ഫ്ലൈ ഡീൽ സലാലയിലേക്കും സർവീസ് നടത്തും. ജൂൺ 19 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ പ്രഖ്യാപിച്ച പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലാണ് സലാലയും ഉൾപ്പെട്ടിരിക്കുന്നത്. 2025 വേനൽക്കാല വിപുലീകരണ പരിപാടിയുടെ ഭാഗമായാണ് പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ വേനൽക്കാല വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് സലാലയെന്ന് എയർലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു. പാചകവാതകം സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. സിലിണ്ടറുമായി സ്റ്റൗവിനെ ബന്ധിപ്പിക്കുന്ന റബ്ബർ ട്യൂബ്, വാൽവ് തുടങ്ങിയവ ചില ഇടവേളകളിൽ പരിശോധിക്കുകയും വാതക ചോർച്ച ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. സിലിണ്ടറുകൾ അടുക്കളയിൽ വെച്ചുള്ള പാചകം അപകടങ്ങൾക്ക് വഴിയൊരുക്കും. സിലിണ്ടർ പുറത്തുവെച്ച് വായുസഞ്ചാരം ഉറപ്പാക്കണം. ഉരുണ്ടുപോകാൻ സാധ്യതയുള്ളതിനാൽ സിലിണ്ടർ ചെരിച്ചിടരുത്. കത്തുന്ന വിളക്കോ തീപിടിക്കാൻ സാധ്യതയുള്ളവയോ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം സിലിണ്ടർ ഫിറ്റ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി മുന്നോട്ട് വെച്ചത്. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഗൾഫ് മാധ്യമം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യും. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.